നോക്കൂ, ഇത് ഡീനിൻ്റെ പ്രസംഗമാണ്. പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്കൊരു സന്ദേശമായി ഡീൻ കൈമാറുന്നുണ്ട് എന്നുള്ളതാണ് ഈ പ്രസംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതിൽ നിന്ന് നിങ്ങൾ കുടുംബാംഗങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്? സാറേ, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് അദ്ദേഹം കരുതിക്കൂട്ടി. അത് ഈ ഒരു അനുശോചന യോഗം തന്നെ ഒരു ചടങ്ങായിട്ടാണ് അദ്ദേഹം വച്ചിരിക്കുന്നത്. അത് ഇങ്ങനെ വച്ച് പോകണം എന്നുള്ളൊരു കീഴ്വഴക്കം ഉള്ളതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ് അദ്ദേഹം. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതിനകത്ത് ആ കുട്ടിയുടെ കഴിവുകളെക്കുറിച്ചോ അവൻ അവിടെ പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ചോ അത്തരത്തിൽ അത് സാധാരണ നമ്മൾ അനുശോചനം എന്ന് പറയുമ്പോൾ അവൻ്റെ കഴിവുകളും അവൻ്റെ ആ പ്രവർത്തികളും അതിൽ ആർക്കുള്ള ദുഃഖം രേഖപ്പെടുത്തുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. അതിന് പകരം ഡീൻ അവിടെ നിന്ന് പറയാണ് ഇത് ഇത്തരത്തിൽ ആയി, അത് ഞങ്ങൾ കൃത്യമായി അറിയിച്ചു, മരണപ്പെട്ടു, ഇത് അവൻ ആത്മഹത്യ ചെയ്തതാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ അദ്ദേഹം നടത്തിയ ഒരു നാടകമാണ് ഈ ആദരാഞ്ജലി, ഈ അനുശോചന യോഗം. ആ യോഗത്തിൽ ഒരു കുട്ടികളും സംസാരിക്കുന്നില്ല. ആരും തന്നെ ആ കുട്ടിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ആ സഹപാഠിയെക്കുറിച്ച് ഒരു അനുശോചനവും അവിടെ രേഖപ്പെടുത്തുന്നില്ല. അതോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഇത് ആരും പുറത്ത് പറയരുതെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായ ഒരു അജണ്ടയുണ്ട്. ഇത് ഒരു കൊലപാതകത്തിനെ ഒരു ആത്മഹത്യയാക്കി മാറ്റണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യമായ അജണ്ട അദ്ദേഹം കൃത്യമായി നടപ്പിലാക്കിയതിൻ്റെ അടുത്ത ഒരു തെളിവാണ് ഈ അനുശോചന യോഗം. അപ്പോൾ ആദ്യം മുതൽക്കേ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഡീനിൻ്റെ കൃത്യമായ ഒരു ഇടപെടൽ ആദ്യ നാൾ മുതൽ, ഞാനും പറഞ്ഞിട്ടുണ്ട് പല ചാനലുകളിലും, ഈ ആദ്യം നാൾ മുതൽ അതാണ് ഞങ്ങൾ ഈ തുറന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ശരിയാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ള പോക്കും. അപ്പോൾ ഈ ഡീനിൻ്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നത്. ഡീന് അതെല്ലാം പർപ്പസ്ലി കറക്റ്റാക്കുന്ന രീതിയിലാണ് ഈ അനുശോചന യോഗം വച്ചിരിക്കുന്നത്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നത് ആത്മഹത്യയാണ്. അപ്പോഴും പറയുന്നുണ്ട് പോലീസിന് അറിയാമെന്നുള്ള കാര്യമേ എനിക്കും അറിയാവുള്ളൂ, നിങ്ങൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പോലീസുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറയുന്നു. അതിനർത്ഥം അദ്ദേഹം ഇത് പോലീസുമായി ചർച്ച ചെയ്ത് അവരുടെ രീതിയിൽ പറയുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുമല്ലോ. പോലീസ് പറയുമ്പം ഏതൊരു കുട്ടിയുടെ രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ പോകുമ്പോൾ അവർ ഒരു ലിമിറ്റ് കാണുമല്ലോ. പോലീസിൻ്റെ അടുത്ത് കയർത്തൂടാ, അല്ലെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വേറെ വകുപ്പിൽ നമ്മളെടുത്ത് അകത്തിടും. അപ്പം അദ്ദേഹത്തിന് അതെല്ലാം അറിയാം. അപ്പം അത് കണക്കാക്കിയാണ് അദ്ദേഹം എന്ത് പറഞ്ഞാലും പോലീസാണ്, പോലീസിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുക, പോലീസിന് എല്ലാം അറിയാവുള്ളൂ എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കുട്ടിയെ അഴിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ആ മരണം സംഭവിച്ചത് മനസ്സിലാക്കി എന്നിട്ട് അദ്ദേഹം പറയണു വീട്ടുകാരുടെ സാന്നിധ്യത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ അയാൾ എന്നെ പോസ്റ്റ്മോർട്ടം നടത്തി അയാൾ എന്നെ വീട്ടിൽ കൊണ്ട് തരുമായിരുന്നു, അവിടെ ഇട്ട് എന്നെ ചിലപ്പോൾ ചെയ്യും. അവരുടെ കണ്ടീഷൻ നോക്കിയപ്പോൾ അവർ പറയും വെറ്റിനറി കോളേജിനല്ല, നമുക്ക് ഇവിടെ തന്നെ ചെയ്യാമെന്ന് പറയും. അപ്പോൾ അത്തരത്തിലുള്ള നീക്കമാണ് ഈ ഡീനിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുക. ഇയാളെ മൊത്തം കാര്യങ്ങൾ മറച്ചു വെച്ച് ആ കുട്ടിയുടെ കൊലപാതകത്തിനെ ആത്മഹത്യയാക്കി മാറ്റാൻ ശ്രമിച്ചു. അതോടൊപ്പം